Hebrew chapter 13 verse 5 and 6 വായിച്ചു കേൾക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. എബ്രായ ലേഖനത്തിലെ അതിശക്തമായൊരു വാക്യമാണ് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി ഇടപെടാൻ പോകുന്നത്. എബ്രായ ലേഖന കർത്താവ് 3 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് നമുക്ക് പ്രബോധനമായി തരിക. 1, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഒന്നുകൂടെ ആ വാക്യം പുറകിന്ന് തിരിച്ച് വായിച്ചാൽ, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. 2, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ നമ്മളോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യരെല്ലാം നമ്മളെ കൈവിടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും മനുഷ്യർ നിന്നെ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തുറന്നു പറയാം, നമ്മൾ ഈ സ്നേഹമൊക്കെ വർദ്ധിക്കുമ്പം പറയും, ഞാൻ എപ്പോഴും കൂടെ കാണും കേട്ടോ. ഞാൻ ചുമ്മാ ചോദിക്കുകയാണേ, അങ്ങനെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടോ? കാണത്തില്ല. എന്തിനാ കൈവിടുന്നതെന്നറിയാവോ? കൈവിടാത്ത ഒരാളുണ്ടെന്ന് നിന്നെ പഠിപ്പിക്കാനാ. ചിലരൊക്കെ പറയത്തില്ലേ, എനിക്കൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് ഇരട്ടച്ചങ്കാന്ന്. അങ്ങനെ ഇരട്ടച്ചങ്കൊന്നും ഇല്ല. അത് പറയാനുള്ള ധൈര്യം എന്നാ, കൂടെ കൂടി കയ്യേൽ ആരോ പിടിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ കൈവിട്ട്, മെഡിക്കൽ സയൻസൊക്കെ കൈവിട്ട്, നീ ഒറ്റയ്ക്കൊരു സ്ഥലത്തൊക്കെ നിൽക്കുമ്പം ആരോ വന്ന് കയ്യെ പിടിക്കുന്ന ഒരു ഫീൽ. ഞാൻ പ്രസംഗിക്കുന്ന യേശു മരിച്ചു മൺമറഞ്ഞവനല്ല, ഇന്നും ജീവിക്കുന്നവനാ. അകലെ നിൽക്കുന്ന യേശുവിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. നിന്റെ അടുത്തിരിക്കുന്ന ആടെ തോളയിലൊന്ന് തൊട്ടേ. അയാളുടെ തോളെ തൊടുന്നതിന് മുമ്പ് യേശുവിൻ്റെ തോളെ തൊട്ടിട്ടേ നിനക്ക് അദ്ദേഹത്തിൻ്റെ തോളെ തൊടാൻ പറ്റൂ. അത്ര ക്ലോസ് ആ കർത്താവ് നിന്നോട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി.